നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ മത്സ്യ മാർക്കറ്റിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അരി വിതരണം സംഘടിപ്പിച്ചു. പീഡനക്കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും. വനിതാ സമ്മേളനം ഒക്ടോബർ 2 താനൂരിൽ. നൈപുണ്യ വികസന കേന്ദ്രം സ്കൂൾ തലസമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സൗജന്യ നേത്ര പരിശോധനയും വിവര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിക്കും. കുറ്റത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് കമ്മിറ്റിയുടെ ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി. വിശദമായ വാർത്തകൾ. തിരൂർ മത്സ്യ മാർക്കറ്റിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അരി വിതരണം സംഘടിപ്പിച്ചു. 3000-ലധികം കുടുംബങ്ങൾക്കാണ് അരി വിതരണം സംഘടിപ്പിച്ചത്. തുടർന്ന് മൗലീദ് പാരായണവും സംഘടിപ്പിച്ചു. തിരൂർ മത്സ്യ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള നബിദിനത്തോടനുബന്ധിച്ചുള്ള അരി വിതരണവും മൗലീദ് പാരായണവും ഇത്തവണയും വലിയ പങ്കാളിത്തത്തോടെ നടന്നു. തിരൂർ മത്സ്യ മാർക്കറ്റിലെ ചില്ലറ മൊത്ത കച്ചവട സംഘം വർഷങ്ങളോളമായി ഇവിടെ നടത്തിവരുന്ന നബിദിന പരിപാടിയിലാണ് നാം ഉള്ളത്. ഇവിടെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിദേശത്തു നിന്നുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള സഹായത്തോടു കൂടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മത്സ്യ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ട നിത്യ വ്യാപാരികളായിരിക്കുന്ന മത്സ്യ വ്യാപാരികളുടെ അവരെ ഉപജീവന മാർഗത്തു നിന്നുള്ളൊരു ശതമാനം നീക്കിവെച്ചുകൊണ്ടാണ് ഈ പരിപാടി, നബിദിനവുമായി ബന്ധപ്പെട്ട പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ഈ തിരൂർ ടൗണിലെ മാർക്കറ്റിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അല്ലാത്തവരുമായ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിലേക്കുള്ള ഭക്ഷണ കിറ്റാണ് ഒരു 3000 ആളുകൾക്കുള്ള ഭക്ഷണ കിറ്റാണ് സംവിധാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഒരു 9:30 മണിക്ക് ശേഷം നമ്മുടെ തിരൂര് പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ദ്വാ സംഗമം. 3000-ലധികം കുടുംബങ്ങൾക്കാണ് അരി വിതരണം നടത്തിയത്. തുടർന്ന് മൗലീദ് പാരായണവും സംഘടിപ്പിച്ചു. ഉസ്താദ് അബി സിനാൻ ഫൈസി ദുആക്ക് നേതൃത്വം നൽകി. അരി വിതരണത്തിന് ടി കുഞ്ഞു മുഹമ്മദ്, പി സൈദലവി ഹാജി, PAK അലവിക്കുട്ടി, പി അസീസ്, ബാവ, OP സമീർ, അർഷാദ് ബാബു, മുജീബ്, മുസ്തഫ, PNR നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി 59-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ സൗത്ത് അനാര സ്വദേശി പുളിങ്കുന്നത്ത് അർജുൻ ശങ്കറിനെ ജീവപര്യന്തം തടവും 30,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവിനും ഇതോടൊപ്പം മറ്റൊരു വകുപ്പ് പ്രകാരം 7 വർഷം തടവിനും 10,000 രൂപ പിഴയടയ്ക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവിനും കോടതി ശിക്ഷ വിധിച്ചു. ഒന്നിച്ചനുഭവിച്ചാൽ മതി. 2019 ഫെബ്രുവരി 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി റെനോ ഫ്രാൻസിസ് സേവ്യറാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. വെട്ടന്യൂസ് തിരൂർ. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സംസ്ഥാനത്തുടനീളം നടന്നുവരുന്ന വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ വനിതാ സമ്മേളനം താനൂർ SMUP സ്കൂളിൽ വെച്ച് ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് നടക്കും.
സംഗമത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് നിർവഹിക്കും. വനിതാ സമ്മേളനം ഒക്ടോബർ 2 താനൂരിൽ നടക്കും. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവിധ സെഷനുകളിലായി TC സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, പ്രശസ്ത ട്രെയിനർ നസ്ല ഷമീർ എന്നിവർ ക്ലാസ് എടുക്കും. വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ ഹസൻ സമാപന പ്രഭാഷണം നിർവഹിക്കും. സംഘടനയുടെ നേതാക്കളായ ബുഷറ ടീച്ചർ, ഹഫ്സത്ത് ടീച്ചർ, റസിയ ടീച്ചർ, CP മുഹമ്മദ് കുട്ടി, TP അബ്ദുൾ റഹീം, ജാഫർ സാദിഖ്, മുനീർ താനാളൂർ, KM സിദ്ദീഖ്, ഷിഹാബ് കുഴിങ്ങിൽ എന്നിവർ പങ്കെടുക്കും. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ താനൂർ, പരപ്പനങ്ങാടി, വേങ്ങര സബ് ജില്ലകളിൽ 100-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ബുഷറ ടീച്ചർ, ഹഫ്സത്ത് ടീച്ചർ, ഷറഫുദ്ദീൻ ഹസൻ, മുനീർ താനാളൂർ, ഉമ്മു ജമീല, സീനത്ത് ടീച്ചർ, ഹബീബ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് താനൂർ. SSKയുടെ കീഴിൽ കൽപ്പകഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ സ്കൂൾ തല ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ സ്കൂൾ തല ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വളേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. BPC കുറ്റിപ്പുറം സലീം പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ ബിന്ദു KV സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് AP മുസ്തഫ നന്ദി പറഞ്ഞു. വാർഡ് മെമ്പർ സുഹറാബി, ഹൈസ്കൂൾ HM സിനി, മൻസൂർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് കൽപ്പകഞ്ചേരി. ആര്യാടൻ ഫൗണ്ടേഷൻ വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിക്കും. പരിയാപുരം AMLP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. ഒക്ടോബർ 2 ബുധനാഴ്ച ഗാന്ധി ജയന്തി ദിനത്തിൽ ആര്യാടൻ ഫൗണ്ടേഷൻ വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിക്കും. പരിയാപുരം AMLP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവ്, നമ്മളെ ജില്ലയിലെ പ്രമുഖനായ മതേതര ജനാധിപത്യ വിശ്വാസിയുടെ നാമധേയത്തിൽ വെട്ടം മണ്ഡലത്തിലെ ആര്യാടൻ ഫൗണ്ടേഷന്റെ പ്രവർത്തകർ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യമായി നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഈ ക്യാമ്പ് നമ്മളിത് 4ാമത് തവണയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. 130-ൽ പരം ആളുകൾക്ക് കാഴ്ചശക്തി വീണ്ടെടുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നു വന്നത്. എന്തായാലും ഭാവിയിലും ഇത്തരത്തിലുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര്യാടൻ ഫൗണ്ടേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-ാം തീയതി രാവിലെ 7 മണിക്ക് പരിയാപുരം AMLP സ്കൂളിൽ വെച്ച് നടക്കുന്ന ആര്യാടൻ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡ് തലത്തിലും പ്രചരണം നടത്തി കഴിഞ്ഞു. ആ ക്യാമ്പ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ വെട്ടം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകൾ സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി വാക്കാട് ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ശുചീകരണം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകൾ വാക്കാട് ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ K ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. വോളണ്ടിയർ S ഷിനോജ് സ്വാഗതവും ജിബിൻ P ജോർജ് നന്ദിയും പറഞ്ഞു. 50ഓളം വോളണ്ടിയർമാർ ശുചീകരണത്തിൽ പങ്കാളികളായി. വെട്ട ന്യൂസ് പറവണ്ണ.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.